നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചതുകൊണ്ട് എനിക്കെന്ത് നേട്ടം? സത്യഭാമയും ഞാനുമായി യുദ്ധപ്രഖ്യാപനം കഴിഞ്ഞു. ഇവളുടെ ഭാഗത്തു നിന്ന് ഞാൻ ഒരു കരുണയും ഔദാര്യവും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഇവള് മണ്ടിയാകരുതെന്ന് മാത്രം എനിക്ക് തോന്നി. പ്രീതിയുടെ മകൾ, അല്ലെങ്കിൽ പ്രീതി മരണപ്പെട്ടതുകൊണ്ട് സുസ്മിതയ്ക്ക് എന്ത് നേട്ടം? അവൾക്ക് വൈരാഗ്യവും പകയുമുള്ളത് ശാലിനിയോട് മാത്രം. ഇത്രയും ചെയ്യാൻ ശേഷിയുള്ള സുസ്മിത എന്തുകൊണ്ട് ശാലിനിയെ ലക്ഷ്യമിട്ടില്ല? രോഹിത്, പ്രീതി, പാറുക്കുട്ടി ഇവരൊക്കെ ആയിരുന്നു സുസ്മിതയുടെ ടാർജറ്റ്. വിഷ്ണുവിനെയോ ശാലിനിയോ അവൾ ഒരിക്കലും തൊട്ടില്ല. എന്തുകൊണ്ട്? നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കാണ് ഭാമേ. നീ മാത്രം അതറിയുന്നില്ല. നിനക്ക് 2 മക്കൾ, വിഷ്ണുവും പ്രീതിയും. സ്വത്തുക്കൾ പപ്പാതി. ശാലിനി ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ആദ്യ രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേന്നു മുതൽ പ്രീതി കോമയിലായി. അവളുടെ സ്വത്തിന്റെ അനന്തരാവകാശിയാകാവുന്ന കുഞ്ഞ് ശാലിനിയുടെ കയ്യിൽ. അതും രേഖാമൂലം ഉള്ളത്. സ്വത്തിന്റെ അവകാശി ഒറ്റ ഒരാളല്ലേ? പിന്നീട് പ്രീതി കോമയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. തൊട്ടു പിന്നാലെ അവൾക്കും കുഞ്ഞിനുമെതിരെ ഒരു വധശ്രമം ഉണ്ടാകുന്നു. അതിനും ഉത്തരവാദി ജയിലിൽ കിടക്കുന്ന എന്റെ മകൾ അല്ലേ ഭാമേ? അപ്രതീക്ഷിതമായി നീ ഒരു മകനെ കൂടി സ്വീകരിച്ചു, രോഹിത്. സ്വത്ത് പങ്കിട്ടു പോകാവുന്നതല്ലേ? അവനെതിരെയും ആരും അറിയാതെ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇനി അതിന് സാധ്യതയില്ല. ശാലിനിയുടെ അനിയത്തി ശ്യാമയല്ലേ അവന്റെ ഭാര്യ? സുഭദ്രം സ്വത്ത്. എന്റെ മകളെ മറയാക്കി അപകടകാരിയായ ഒരു ക്രിമിനൽ ഇവിടെ ഇപ്പോഴും വിഹരിക്കുന്നുണ്ട് ഭാമേ. നിന്റെ മകളും കൊച്ചുമകളും ഏത് നിമിഷവും ഒരു അപകട മരണത്തിനിരയായേക്കാം. സരളെ, ശബ്ദം ഉയർത്തണ്ട ഭാമേ. ഞാൻ പറഞ്ഞത് സത്യം മാത്രമാ. ഇതിനെല്ലാം പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഭാമേ. ശാരദാമ്മ. വെറും ഒരു ചായക്കടക്കാരിയായി നീ എഴുതി തള്ളിയ ശാരദാമ്മ ഒരു സാധാരണക്കാരിയല്ല. 3 മക്കളുടെയും ജീവിതം അവൾ ഭദ്രമാക്കി. ഒപ്പം ഉപേക്ഷിച്ച് കളഞ്ഞ ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ സ്വത്തടക്കം അവൾക്ക് സ്വന്തം. മൂത്ത മകളുടെ ഭർത്താവ് കോളേജ് ലെക്ചറർ. 3ാമത്തെ മകളുടെ ഭർത്താവ് എന്താ ബോട്ടുടമയുടെ മകൻ ആകാതിരുന്നത്? സത്യഭാമയുടെ സ്വത്തും അരവിന്ദ സ്വാമിനാഥന്റെ മുഴുവൻ സ്വത്തും 2 തട്ടിൽ വെച്ചാൽ സത്യഭാമയുടെ സ്വത്തിന്റെ തട്ടേ താന്നു നിൽക്കൂ. ബോട്ടുടമയുടെ മകനുമായുള്ള ശ്യാമയുടെ കല്യാണ മുഹൂർത്തത്തിൽ രോഹിത്തും ശ്യാമയും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഫോട്ടോ എവിടെ നിന്നോ പൊങ്ങി വരുന്നു.
യോ സോറി സോറി സോറി, എവിടെ നിന്നും അല്ല, ശാലിനിയുടെ സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂമിൽ നിന്ന്. ആ ഹോട്ടലിന്റെ ഉടമയും ഇപ്പോ ശാലിനി തന്നെ അല്ലേ ഭാമേ? നീ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പോലും ശാലിനി JCB കൊണ്ട് തോണ്ടിയെടുത്ത് നിന്നെ അടക്കം വിൽക്കും ഭാമേ. അപ്പോഴേ നീ പഠിക്കൂ. അന്ന് ശ്യാമയുടെ കല്യാണം മുടക്കിയ ആ ഫോട്ടോ ഉണ്ടല്ലോ, അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. സ്വന്തം ഹോട്ടലിൽ വെച്ച് ശാലിനി എന്തോ മയക്കുമരുന്ന് നൽകി പകർത്തിയ ഫോട്ടോകൾ. ആ പയ്യന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അതാരാണ് അയച്ചതെന്നോ പകർത്തിയതെന്നോ. അത് വെച്ചാണ് അവള് കല്യാണം മുടക്കിയത്. ആ പെണ്ണിനും ശ്യാമയ്ക്കുമുണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. പക്ഷേ മിടുക്കിയ അവള് ശാലിനിയെ പോലെ തന്നെ അവളും ഭർത്താവിനെ കയ്യിലെടുത്തു. ശ്യാമയുടെ പാദദാസനാണ് ഭാമേ ഇപ്പ അവൻ. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത്, ഒരു കാവൽ പട്ടിയെ പോലെ. നിങ്ങളിൽ ഒരാളുടെ തല വെട്ടിയെടുത്ത് അവളുടെ കാൽക്കൽ വെക്കണമെന്ന് ഇപ്പോഴവൾ പറഞ്ഞാൽ നിങ്ങളുടെ ദത്തുപുത്രൻ അതും ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം, അതൊന്ന് കണ്ടു നോക്ക്. അതില് നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്നും ഇവിടെ നടക്കുന്നത് എന്താണെന്നും. പങ്കജം, എന്റെ ഫോണിങ് എടുത്തോണ്ട് വാ. ഞാൻ റിങ് കൊടുക്കും മുമ്പേ അവള് ഫോട്ടോസും വീഡിയോസും അയച്ചു കഴിഞ്ഞോ? ആ, കണ്ടു നോക്ക. ഇതോടെ ശാരദാമ്മയുടെ മക്കൾ രണ്ടും ഭാമയുടെ വീടിന് പുറത്ത്. ശാലിനി എന്ന വലങ്കൈ അരിഞ്ഞാൽ ആ നിമിഷം നിന്റെ തലയാവും ഭാമേ നിലത്തുരുളുക. എങ്ങനെയുണ്ട് ഭാമേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.